ഹായ്, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സം ദ സീരീസ്. ഓക്കെ, എക്സാമ്പിൾ 22 ആണ് നമ്മൾ അടുത്ത് പഠിക്കുന്നത്. സം ദ സീരീസ് സിഗ്മ n ഈക്വൽ ടു 1 ടു ക്യാപിറ്റൽ എൻ. ഓക്കെ, അതായത് സ്മോൾ എൻ വേരി ചെയ്യുന്ന എവിടെ നിന്നിട്ട് വരെ 1 തൊട്ട് n വരെ ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഏത് ഫംഗ്ഷൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്? n+1 ഇൻറ്റു n+3 എന്ന് പറയുന്ന ഈ ടേംസ് ഇതാണ്. ഓക്കെ, ഇതിൻ്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം ഇവിടുന്ന് ഇതിൻ്റെ ഫസ്റ്റ് ടേം എന്ന് വെച്ചാൽ ആരായിരിക്കും? ഇതിൻ്റെ ഫസ്റ്റ് ടേം വെച്ചാൽ n-ന് 1 കൊടുക്കുന്നു. അപ്പോൾ n-ന് 1 കൊടുക്കുമ്പോൾ എന്ത് വരും? 2 ഇൻറ്റു 4 അല്ലേ? n-ന് 2 കൊടുക്കുമ്പോഴത്തേക്ക് ആര് വരും? n-ന് 2 കൊടുക്കുമ്പോഴത്തേക്ക് 3 ഇൻറ്റു 5 എക്സെട്ര. ഓക്കെ, ഇതിൻ്റെ ഒരു nth ടേം എന്ന് വെച്ചാൽ ആരായിരിക്കും? n+1 ഇൻറ്റു n+3 അല്ലേ? ഈ രീതിക്കാണല്ലോ പോകുന്നത്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ nth ടേം ഇൻ ദ സീരീസ് അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? un എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ആ un ആയിരിക്കും. ഓക്കെ, un എന്ന് വെച്ച് കഴിഞ്ഞാൽ n+1 ഇൻറ്റു n+3 എന്നുള്ളതായിരിക്കുമല്ലോ. ഈ n+1 ഇൻറ്റു n+3 നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് മൾട്ടിപ്ലൈ നോക്കി കഴിഞ്ഞാൽ എന്ത് വരും? ഈ n-ഉം ഈ n-ഉം തമ്മിൽ ഗുണിച്ച് എന്ത് വരും? n². ഇനി ഈ n-ഉം 3-യും കൂടെ ഗുണിച്ച് എത്ര കിട്ടും? ഒരു 3n വരും. പിന്നെ ഈ 1-ഉം n-ഉം കൂടെ ഗുണിച്ച് എത്ര കിട്ടും? ഒരു n കിട്ടും. സോ ഓൾറെഡി ഉള്ള 3n-ഉം ഈ n-ഉം കൂടെ കൂട്ടി എത്ര വരും? ടോട്ടൽ 4n വരും. പിന്നെ എങ്ങനെ ഗുണിക്കുന്നത്? ഈ 1-ഉം 3-യും തമ്മിൽ ഗുണിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3. സോ un നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? n² പ്ലസ് 4n പ്ലസ് 3. സോ നമുക്കപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ വേണമെങ്കിൽ മാറ്റി എഴുതാം. സിഗ്മ n ഈക്വൽ ടു 1 ടു n. ഈ n+1 ഇൻറ്റു n+3 നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? un എന്ന് പറയുന്നത്. അപ്പോൾ വേണമെങ്കിൽ un-ന് പകരം വേണമെങ്കിൽ നമുക്ക് ഇനി എന്ത് എഴുതാം? un എന്ന് എഴുതുന്നില്ല. un ഈക്വൽ ടു എന്താണ്? n² പ്ലസ് 4n പ്ലസ് 3 അല്ലേ? സോ നമുക്ക് ഇതിനെ n² പ്ലസ് 4n പ്ലസ് 3 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അതാണ് എഴുതിയിരിക്കുന്നത്. സിഗ്മ n ഈക്വൽ ടു 1 ടു n n² പ്ലസ് 4n പ്ലസ് 3 എന്ന് എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. ഇനി സിഗ്മ അകത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ, സിഗ്മ അകത്തേക്ക് കൊടുത്താൽ എന്ത് വരും? സിഗ്മ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തെറ്റില്ല. ഓക്കെ, സിഗ്മ നമുക്ക് ബ്രാക്കറ്റിനകത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് വരും? സിഗ്മ n ഈക്വൽ ടു 1 ടു ക്യാപിറ്റൽ n n². അത് ഫസ്റ്റ് ടേം. അടുത്ത എന്ത് വരും? അകത്തേക്ക് വന്ന് ഇവിടെ 4n അല്ലേ? സോ സിഗ്മ ആ സ്റ്റെപ്പ് ഞാൻ എഴുതിയേക്കാം. സിഗ്മ രണ്ടാമത്തെ സ്റ്റെപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്. സിഗ്മ n ഈക്വൽ ടു 1 ടു n 4n എന്നാണ് വരുന്നത്. ഇവിടെ നമുക്ക് 4 ഔട്ട് സൈഡ് എടുത്തിട്ട് അതിനെ എങ്ങനെ എഴുതാം? 4 ഇൻറ്റു സിഗ്മ n ഈക്വൽ ടു 1 ടു n എന്ന് എഴുതാം. അതാണ് എഴുതിയിരിക്കുന്നത്. 4 ഇൻറ്റു സിഗ്മ n ഈക്വൽ ടു 1 ടു ക്യാപിറ്റൽ n പ്ലസ് ഇവിടെ അകത്തേക്ക് വന്ന് എന്ത് വരും? 3 മാത്രമേ ഉള്ളൂ. സോ സിഗ്മ n ഈക്വൽ ടു 1 ടു n 3. ഇവിടെ 3 വേണമെങ്കിൽ 3 ഇസ് എ കോൺസ്റ്റന്റ്. സോ നമുക്ക് 3 നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. സിഗ്മ n ഈക്വൽ ടു 1 ടു n 3 എന്നുള്ളതാണല്ലോ. ഇവിടുന്ന് 3 ഔട്ട് സൈഡ് എടുത്താൽ എന്ത് വരും? സിഗ്മ n ഈക്വൽ ടു 1 ടു n 1. 3 കാരണം 3 എടുത്താൽ മിച്ചം എത്രയുള്ളൂ? 1. കാരണം 3 ഇൻറ്റു 1 ആണല്ലോ 3. ആ രീതിയിൽ നമുക്ക് എഴുതാം. അതാണ് ഈ താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് സിഗ്മ n ഈക്വൽ ടു 1 ടു n². അതുപോലെ ഈ 4 ഇൻറ്റു സിഗ്മ n ഈക്വൽ ടു 1 ടു n പ്ലസ് 3 ഇൻറ്റു സിഗ്മ n ഈക്വൽ ടു 1 ടു n 1 എന്ന് നമ്മൾ എഴുതി. ഇനി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഈ ഒന്നാമത്തെ ആൾ നിങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ള ആളാണ്. സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി നാച്ചുറൽ നമ്പർ അല്ലേ ഇത്? ആക്ച്വലി ഇതെന്താണ്? സം ഓഫ് ദി നാച്ചുറൽ നമ്പർ അല്ലേ? ഓക്കെ, സോ നമുക്ക് അതിന് പകരം നമ്മൾ ഓൾറെഡി ഇപ്പം പഠിച്ചു കഴിഞ്ഞ ഇക്വേഷൻ, ആ ഇക്വേഷൻ ഇങ്ങോട്ട് എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. സ്ക്വയേഴ്സിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു ചെയ്താ n ഇൻറ്റു n+1 ഇൻറ്റു 2n+1/6 എന്ന് നമ്മൾ മുകളിൽ പറഞ്ഞില്ലേ? സോ നമ്മൾ അതിന് എഴുതാൻ പോവാ. നമ്മൾ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. n ഇൻറ്റു n+1 ഇൻറ്റു 2n+1/6. ഓക്കെ, അത് ആദ്യം നമ്മൾ എഴുതി. അതാണ് ഇവിടെ വരെയുള്ളത്. പിന്നെ അടുത്ത എന്താണ്? പിന്നെ നോക്കിയേ, പിന്നെ 4 ഇൻറ്റു സം ഓഫ് ദി നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ 4 ഇൻറ്റു സം ഓഫ് ദി നാച്ചുറൽ നമ്പേഴ്സിന്റെ ഇക്വേഷൻ n ഇൻറ്റു n+1/2. ഓക്കെ, അത് നമ്മൾ എഴുതി. പിന്നെന്താ? 3 ഇൻറ്റു സിഗ്മ n ഈക്വൽ ടു 1 ടു n 1 എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഒന്നിനെ n തവണ ആഡ് ചെയ്യാന്നല്ല മീനിങ്. ശരിയല്ലേ? ഈ 1 അവിടെ എങ്ങനെ നിൽക്കും? 1 ഈസ് എ കോൺസ്റ്റന്റ്. ഇതിന്റെ അർത്ഥം, ഇതിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനെ n തവണ ആഡ് ചെയ്യാന്നുള്ളതാണ്. ഒന്നിനെ n തവണ കൂടിയാൽ നമുക്ക് എത്ര കിട്ടും? n എന്ന് കിട്ടും. ഓക്കെ, സോ അതാണ് ഇരിക്കുന്നത് 3 ഇൻറ്റു n. മനസ്സിലായോ? ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഗുണിക്കുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ നോക്കുക. മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം കോമൺ ടേംസ് പുറത്തെടുത്താൽ മതി. വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. 1/6n അതാണ് നിൽക്കട്ടെ. ഈ n+1 2n+1 അകത്തേക്ക് ഗുണിച്ചാൽ എന്ത് വരും?
ഫസ്റ്റ് ടേം 2n², ശരിയല്ലേ? ഈ എന്നും 2n തമ്മിൽ ഗുണിച്ചാൽ 2n². പിന്നെ എന്ത് വരും? ഈ എന്നും 1 തമ്മിൽ ഗുണിക്കുന്നു, അപ്പോൾ n. പിന്നെ ഈ 2n-ഉം 1 തമ്മിൽ ഗുണിക്കും. സോ ടോട്ടൽ എത്ര വരും? 3n. പിന്നെ എന്ത് വരും? ഈ 1-ഉം 1 തമ്മിൽ ഗുണിക്കുന്നു, സോ 1 പ്ലസ് ഇവിടെ നിന്ന് ക്യാൻസൽ ആയി പോകും, ശരിയല്ലേ? 4-ഉം 2 തമ്മിൽ ക്യാൻസൽ ആയി പോയി 2l വരത്തുള്ളൂ. പിന്നെ n×n+1, അത് അകത്തേക്ക് ഗുണിച്ചാൽ n² + n, n² + n പ്ലസ് എന്താ 3n. ഓക്കെ ആണല്ലോ? നമുക്കാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇവിടെ നിന്ന് എല്ലായിടത്തും വേണമെങ്കിൽ n നമ്മൾ കോമൺ എടുത്താലും തെറ്റില്ല, ശരിയല്ലേ? n കോമൺ എടുത്ത് അത്രയും ടേം നമുക്ക് കുറഞ്ഞു കിട്ടില്ലേ? ഞാൻ n അങ്ങ് കോമൺ എടുത്തു. n കോമൺ എടുത്താൽ ഇവിടെ മിച്ചം എന്ത് വരും? 2n² + 3n + 1/6, ശരിയല്ലേ? ഇവിടെ നിന്ന് n കോമൺ എടുത്താൽ എന്ത് വരും? ഒരു n+1 അല്ലേ വരത്തുള്ളൂ. സോ 2n+1 അല്ലേ, കാരണം n കോമൺ എടുത്തത്. സോ 2 വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ 2 ഇപ്പോഴും അകത്തേക്കും ഗുണിച്ചങ്ങ് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് ലാഭിക്കാം. അപ്പോൾ എന്ത് വരും? 2n+2 എന്ന് എഴുതാം, ശരിയല്ലേ? 2n+2. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ 3, ശരിയാണല്ലോ? ഇനി ദേ ഈ 3ഉം 2ഉം കൂടെ കൂട്ടാം. 3ഉം 2ഉം കൂടെ കൂട്ടി എത്ര വരും? 5 എന്ന് വരുമല്ലോ, ശരിയല്ലേ? ഞാൻ ഈ 2+3 ഇവിടെ നിന്ന് തുടങ്ങി. അടുത്ത സ്റ്റെപ്പ് എഴുതി ലാഭിക്കും, ഞാൻ വേറെ വേണ്ടിയില്ല. 2+3 വരെ എന്ന് എഴുതി, 5 എന്ന് എഴുതി. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിനെന്ത് ചെയ്യുക? ഈ 6-നെ ഇങ്ങോട്ട് ഗുണിക്കുക. ഈ 6-നെ ഇങ്ങോട്ട് ഗുണിച്ചാൽ എന്ത് വരും? 6-നെ ഇങ്ങോട്ട് ഗുണിക്കുക. ഈ 6-നെ ഇങ്ങോട്ട് ഗുണിച്ചാൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും ഡിനോമിനേറ്റർ ആരോ ഉപയോഗിക്കാം? 6. ഓക്കെ ആണല്ലോ? അപ്പം 6ഉം 6ഉം ക്യാൻസൽ ആയി പോകുന്നു. നോക്കിയേ, ഇങ്ങനെ വന്നാൽ ഗുണം എന്താണ്? രണ്ടിടത്തും 6 ഉണ്ടെങ്കിൽ നമുക്ക് 6-നെ എന്തെടുക്കാം? കോമൺ എടുക്കാം. സോ n/6 അങ്ങ് നമ്മൾ പുറത്തെടുത്തു. മിച്ചം എന്ത് വരും? 2n² + 3n ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ 5ഉം 6ഉം കൂടെ ഗുണിച്ചാൽ 30 ഉണ്ട്. അപ്പം മൊത്തം എത്ര ഉണ്ട്? ഒരു 31 അവിടെ കിടപ്പുണ്ട്. പ്ലസ് ഇവിടെ ഒരാളും കൂടെ ഗുണിക്കാനുണ്ട്. എത്ര? 6 12 12 ഹോൾ 6 ഓൾറെഡി എടുത്തല്ലോ. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്ത് വരും? n/6 × 2n², 2n² കൂടെ ഉണ്ട്. പിന്നെ നോക്കിയേ, ഇവിടെ 12n ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. ടോട്ടൽ എത്ര? 15n. പിന്നെ എന്തുണ്ട്? ഇവിടെ ഒരു 31 കിടപ്പുണ്ട്. സോ നമുക്ക് ആൻസർ കിട്ടി. n/6 × 2n² + 15n + 31 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി അടുത്തൊരു വേറൊരു ടൈപ്പാ, കുറച്ച് ഇന്റഗ്രേഷനും ഒക്കെ കയറി വരുന്ന ഒരു ടൈപ്പാ. അത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സീരീസ്. അതായത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. A complicated series may sometimes be summed by transferring it into a familiar series for which we already know the sum. അതായത് ചില സമയത്ത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. നമ്മളപ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ആ ട്വിസ്റ്റഡ് ക്വസ്റ്റ്യനെ നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു സീരീസിലേക്ക് കണക്ട് ചെയ്യും. മനസ്സിലായോ? അത് നമുക്ക് കാണാനാണ്. നമുക്ക് അറിയാവുന്ന, നമുക്കിപ്പോൾ ജോമെട്രിക് സീരീസിനെ പറ്റി അറിയാം. സോ നമ്മൾ ഒന്നെങ്കിൽ ജോമെട്രിക് സീരീസിന്റെ ഒരു റൂട്ടിലേക്ക് തന്നെ തിരിച്ചുവിടും, അല്ലെങ്കിൽ മക്ടിൽബോർൺ എക്സ്പാൻഷൻ. നിങ്ങളത് പഠിച്ചിട്ടില്ല, ഓക്കെ? അങ്ങനെ ഒക്കെ ഒരു പേരുണ്ട്, അതാണ് അവർ പറഞ്ഞത് വിൽ ബി ഡിസ്കസ്ഡ് ഇൻ കമ്മിങ് ചാപ്റ്റർ എന്ന് പറഞ്ഞത്. ഓക്കെ, അങ്ങനെ ഏതെങ്കിലും ഒരു ഇതിലേക്ക് കൺവേർട്ട് ചെയ്യും. അങ്ങനെ നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു സിമ്പിൾ ഫംഗ്ഷനിലേക്ക് നമ്മൾ ഈ കോംപ്ലിക്കേറ്റഡ് ഉള്ള ക്വസ്റ്റിനെ കൺവേർട്ട് ചെയ്യും. മനസ്സിലായി? അതായത് പവറുള്ള ഒരു കാര്യത്തെ നമ്മളൊരു സിമ്പിൾ ആയിട്ടൊരു കാര്യത്തിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ആ സിമ്പിൾ കാര്യം ചെയ്തിട്ട് പിന്നെ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് തന്നെ. അങ്ങനെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ ആൻസറിലേക്ക് എത്തും. ചില സമയത്ത് നമ്മൾ ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം, അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യം എന്താണെന്ന് മനസ്സിലാവും. ക്വസ്റ്റ്യൻ എക്സാമ്പിൾ 23. സം ദ സീരീസ് Sx = x⁻⁴/3 × 0 ഫാക്ടോറിയൽ. 0 ഫാക്ടോറിയൽ 1 ആണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. പ്ലസ് x⁵ 5/4 × 1 ഫാക്ടോറിയൽ പ്ലസ് x⁵ 5 × 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. അടുത്ത ടൈം എന്തായിരിക്കും? x⁻⁷ × 3 ഫാക്ടോറിയൽ. ഈ 3 ഫാക്ടോറിയലിനെ കുറിച്ച് എത്രയാണ്? 1 × 2 × 3 നമ്മൾ ഷോർട്ടാക്കി എഴുതുകയാണ് എന്ത്? 3 ഫാക്ടോറിയൽ എന്നൊക്കെ പറയുന്നത്. ശരിയാണല്ലോ? ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഒരു കാര്യം ഞാൻ ചെയ്യാം, ഞാൻ ഈ ക്വസ്റ്റ്യനെ രണ്ടാമതൊന്ന് മാറ്റി എഴുതാം. സെപ്പറേറ്റ് ഞാൻ ചെയ്ത് കാണിക്കാം. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും നല്ലത് അതായിരിക്കും. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ Sx എന്ന് പറയുന്നത്
x raised to 4 by 3 into 0 factorial plus x raised to 5 by 4 into 1 factorial plus x raised to 6 by 5 into 2 factorial plus etc. എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഒരു എക്സ് കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യും. എക്സ് എന്ന് പറയുന്ന ടേം കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഡിവൈഡ്. അപ്പൊ നമുക്ക് എന്ത് വരും? എസ് എക്സ് ബൈ എക്സ് ഈക്വൽ ടു എക്സ് പോയി കഴിഞ്ഞാൽ എന്ത് വരും മിച്ചം? എക്സ് ക്യൂബ് ബൈ 3 ഇൻറ്റു 0 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റൈസ് ടു 4 by 4 into 1 factorial plus x raised to 5 by x raised to 5 by 5 x raised to 5 by 5 into 2 factorial plus etc. ഓക്കെ, ഈ രീതിക്ക് നമുക്ക് എഴുതാലോ. ശരിയാണല്ലോ. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ നമുക്ക് ഇത് വേറെ ചെയ്തില്ല, നമ്മൾ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും വരും നമുക്ക് നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് എസ് എക്സ് ബൈ എക്സ്. ഓക്കെ, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരും. ഇവിടെ എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 3x² എന്ന് വരും. ശരി, എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x². ഈ 3x² 3യും ഈ താഴെ വന്നിരിക്കുന്ന 3യും നമുക്ക് വെട്ടിപ്പോവും. മിച്ചം നമുക്ക് എന്തേ വരത്തുള്ളൂ? x² ബൈ 0 ഫാക്ടോറിയൽ. ഇനി ഈ എക്സ് റൈസ് ടു 4ന്റെ ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് വരും? 4x³ ആ 4ഉം ഈ താഴത്തെ 4 നമ്മൾ വെട്ടിപ്പോയി കഴിഞ്ഞാൽ എന്ത് വരും? x³ ബൈ 1 ഫാക്ടോറിയൽ. ശരിയല്ലേ? ഈ എക്സ് റൈസ് ടു 5ന്റെ ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് വരും? 5x raised to 4 ആ 5ഉം ഈ 5 നമ്മൾ വെട്ടിപ്പോയി കഴിഞ്ഞാൽ തരും x raised to 4 by 2 ഫാക്ടോറിയൽ. ശരിയാണല്ലോ. അടുത്ത ടൈം നമുക്ക് ഊഹിക്കാം എന്താണ്? x raised to 5 by 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ശരിയാണല്ലോ. ഈ രീതിക്ക് അങ്ങ് പോവും. ഓക്കെ, ഇവിടെ വരെ നമുക്ക് ഓക്കെ ആണല്ലോ. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഈ ടൈപ്പ് ഒരു സീരീസ് ആരെന്നറിയോ? നമ്മുടെ ഇ റൈസ് ടു എക്സിന്റെ എക്സ്പാൻഷൻ നിങ്ങൾ സ്കൂളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്താണ്? 1 plus x by 1 factorial x square by 2 factorial x square by 3 factorial plus etc. x raised to n by n factorial plus etc. ശരിയാണല്ലോ. നിങ്ങൾ നോക്കുക, ഇതിനെ നമുക്കറിയാവുന്ന ആരെങ്കിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് നമുക്ക് നോക്കേണ്ടത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യാതെ ഈ സി ടേമിനെ ഒരു x² കൊണ്ട് ഗുണിച്ചാൽ എന്ത് വരും? ഈ ഇ റൈസ് ടു എക്സ്. ഓക്കെ, ഈ ഇ റൈസ് ടു എക്സിനെ x² കൊണ്ട് ഗുണിക്കുന്നു. സോ നമുക്ക് എന്ത് കിട്ടും? x² ഇ റൈസ് ടു എക്സ്. അത് വരും x² പ്ലസ് x³ ബൈ 1 ഫാക്ടോറിയൽ x റൈസ് ടു 4 ബൈ 2 ഫാക്ടോറിയൽ x റൈസ് ടു 5 ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് പോകും. ശരിയാണല്ലോ. ഓക്കെ, അപ്പം x² ഇ റൈസ് ടു എക്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ശരിയല്ലേ? അപ്പം അതെ, ഈ കിടക്ക നാളെയാണ് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത്. ഈ കിടക്ക നാളെ നമ്മൾ എന്ത് മാറ്റി എഴുതി? x² ഇ റൈസ് ടു എക്സ് എന്ന് മാറ്റി എഴുതി. സോ നമുക്ക് ഇവിടെ കൊണ്ട് ഇങ്ങനെ എഴുതി നിർത്താം. ഡി ബൈ ഡി എക്സ് ഓഫ് എസ് എക്സ് ബൈ എക്സ് ഈക്വൽ ടു x² ഇ റൈസ് ടു എക്സ് എന്ന് എഴുതി നിർത്താം. ശരിയല്ലേ? ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് dx by x സോറി sx by x by x നെ നമുക്ക് എന്തെഴുതാം? ഇന്റഗ്രൽ x² ഇ റൈസ് ടു എക്സ് ഡി എക്സ് എഴുതാം. കാരണം ഇവിടെ ഡെറിവേറ്റീവ് അല്ലേ. സോ നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതി. എങ്കിൽ ഇവിടുന്ന് നമുക്ക് sx ഈക്വൽ ടു നമുക്ക് എങ്കിൽ ഇവിടുന്ന് നമുക്ക് sx എന്ന് വിളിക്കാം. sx by എക്സിന്റെ ഉത്തരം കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ x കൊണ്ട് വിളിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? x കിട്ടും. സോ sx by x ഈക്വൽ ടു ഇന്റഗ്രൽ x² ഇ റൈസ് ടു എക്സ് ഡി എക്സ് എന്ന് വരെ നമുക്ക് കിട്ടി. ഓക്കെ, ഇവിടെ നിൽക്കട്ടെ. അടുത്ത ലെക്ചറിൽ ഇതിന്റെ ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇവിടെ ചെയ്ത പരിപാടി വേറൊന്നുമില്ല. നമുക്ക് ഇതൊരു സീരീസിന്റെ ഫോമിലാണ് ക്വസ്റ്റ്യൻ വന്നിരുന്നത്. ഓക്കെ, ഇങ്ങനെ വന്നിരുന്നത്. നമുക്ക് ഇങ്ങനെ വരുന്നതിലായിട്ട് ആകപ്പാട് നമുക്ക് അറിയാവുന്ന പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇയാളെ മാത്രമേ ഉള്ളൂ. ഈ 1 plus x by 1 factorial plus x² by 2 factorial plus x cube ഈ ഇ റൈസ് ടു എക്സിനെ മാത്രമേ നമുക്ക് പരിചയമുള്ളൂ.
അപ്പൊ അതിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ എക്സ് കൊണ്ട് ഹരിക്കുകയും ഡിഫറൻഷിയേഷൻ എടുക്കുകയും ഒക്കെ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ.